തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി എന്ന വാർത്തയാണ് വരുന്നത്. ഇന്നലെ പെയ്ത മഴയിലാണ് വെള്ളം കയറിയത്. മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. CT മെഷീൻ സ്ഥാപിച്ചിട്ടുള്ള റൂമിന് പുറത്തുവരെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. ദൃശ്യങ്ങളും കാണാം പ്രേക്ഷകർക്ക്. സുനിഷ, രോഗികൾ എത്തുന്ന അടിയന്തര പ്രാധാന്യമുള്ള ഒരു ചികിത്സാ സംവിധാനത്തിന്റെ അവിടെയാണ് ഈ വെള്ളക്കെട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ വൈകിട്ടത്തെ കനത്ത മഴയ്ക്ക് ശേഷം ഈ വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? സുജയ, നിലവിലിപ്പോൾ വെള്ളക്കെട്ടിന് ശമനമായിട്ടുണ്ട്. അത് നീക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴ, അങ്ങനെ ഒരു കനത്ത മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തലമാണെങ്കിൽ എങ്ങനെയാണ് ഒരു തുടർച്ചയായ ഒരു 3-4 ദിവസം മഴ പെയ്താൽ ഉണ്ടാകുന്ന സാഹചര്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. അവിടെ തന്നെ ഈ ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് കയറിപ്പോകുന്നിടത്ത് തന്നെ ഈ സ്റ്റെപ്പിന് തൊട്ട് താഴെയായി തന്നെ നമുക്ക് കാണാൻ കഴിയും. വെള്ളം മഴ പെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചോർന്നൊലിക്കുന്നത് നമുക്ക് കാണാം. അത്തരത്തിൽ ചോർന്നൊലിച്ചുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഫ്ലോർ മുഴുവനായും വെള്ളക്കെട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നടന്നു പോകാം, പക്ഷേ ഒരു രോഗിക്ക് അവിടെ എത്തുന്ന നിരവധി രോഗികൾ എത്തുന്നുണ്ട്. ആ രോഗികളൊക്കെ തന്നെയും അവിടെ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കോഴിക്കോട് നിന്നും ഇത്തരത്തിലുള്ളൊരു വാർത്ത, ഒരു അനാസ്ഥയുടെ ഒരു വാർത്ത തന്നെ കേൾക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ വെള്ളം കയറുന്നത്. CT സ്കാനിൻ്റെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ CT സ്കാൻ മെഷീൻ അടക്കമുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ വെള്ളം കയറുന്നത്. ഏത് നിമിഷവും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തകരാറിലാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ വെള്ളക്കെട്ട് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അത് ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണെങ്കിൽ പോലും അത് വലിയ രീതിയിൽ വെള്ളക്കെട്ടാവുകയും പിന്നീട് ഈ പറയുന്നത് പോലെ ഈ യന്ത്രങ്ങളൊക്കെ ബാധിക്കുകയുമാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് ഇനി മാറുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുകയും ചെയ്യുന്നത്. അതായത് പുറത്ത് മഴ പെയ്യുമ്പോൾ അകത്തേക്ക് വെള്ളം കയറിയത്, പടിക്കെട്ടിലേക്കൊക്കെ വെള്ളം വീഴുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ആ ദൃശ്യങ്ങളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ സുനിഷ, ഒരു ആശുപത്രിയിലാണ് വെള്ളം കയറുന്നത്. ഒന്ന് മഴ പെയ്താൽ ചോരേണ്ടതാണോ നമ്മുടെ ആശുപത്രി? തീർച്ചയായിട്ടും സുജി, അത് തന്നെയാണ് ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. അതായത് നമുക്ക് കാണാം, ആ ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് കയറിപ്പോകുന്ന ആ ഗോവണിക്ക് മേളിലായി തന്നെ ഈ വെള്ളം താഴേക്ക് വരുന്നത്. അതൊരു ശക്തമായ മഴ പെയ്താൽ അതേ രീതിയിൽ തന്നെ ഈ ആശുപത്രിയുടെ ഈ ഡയഗ്നോസ്റ്റിക് സെന്ററിൻ്റെ അകത്തേക്കും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ പുറത്ത് വെള്ളം കയറി അകത്തേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സെന്ററിനകത്ത് തന്നെ മഴ പെയ്യുന്നൊരു സാഹചര്യം, അത് വെള്ളക്കെട്ടായി മാറുന്നൊരു സ്ഥിതിയാണ് ഈ ആശുപത്രിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇതുപോലെ ചോരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് പിന്നീട് ഇതേ രീതിയിൽ വെള്ളക്കെട്ടിനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ അനാസ്ഥയെ ഇതുവരെ മറികടക്കാൻ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അധികൃതർ ഇടപെട്ടിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ഇത് വേനൽ മഴയാണ്, പെരുമഴ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ റെഡ് അലർട്ട് ആയിരുന്നു. പെരുമഴക്കാലം വരുന്നതിന് മുൻപ് തന്നെ ഈ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാധുനിക CT മെഷീൻ സ്ഥാപിച്ച മുറിയിൽ വരെ ചോർന്ന് വെള്ളം കയറുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. താങ്ക് യു സുനിഷ.